ഹദ്ദാദ് റാത്തീബ് ഈ ഖുർആൻ മുഴുവനും പരിശോധിച്ചാൽ കാണാൻ പറ്റൂല. ഹദീസ് മുഴുവനും പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു ഹദ്ദാദ് റാത്തീബ് കാണാൻ പറ്റൂല. ഇതാണ് എന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം. തീർച്ചപ്പെടുത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സലഫിയാൾ പള്ളിയിൽ പോയാല് ഹദ്ദാദ് റാത്തീബ് കേൾക്കണില്ല. ഇശാ മഗ്‌രിബിന്റെ അടുക്കില്ല, ഇശാന്റെ ശേഷവും ഇല്ല. ഹദ്ദാദ് റാത്തീബ് ചെല്ലലില്ല. എന്തേ കാരണം? ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഖുർആനിൽ അതില്ല. പിന്നെയോ ഹദീസിലും ഇല്ല. ഹദ്ദാദ് റാത്തീബ് എന്തുകൊണ്ട് ചെല്ലണില്ല? ഉത്തരം ഇതാണ്, ഖുർആനിലില്ല, ഹദീസിലുമില്ല. നമ്മുടെ കോട്ടായി ജുമുഅ മസ്ജിദിന്റെ കീഴിൽ വഅദ് വെച്ചപ്പോൾ അതിലൊരു വിഷയം തന്നെ ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം നേരുന്നു. ഹദ്ദാദ് റാത്തീബിന് അവര് പറയുന്ന മഹത്വമൊന്നും ഖുർആനിലോ ഹദീസിലോ ഉദ്ധരിക്കപ്പെട്ട മഹത്വമല്ല. അനുഭവങ്ങളാണല്ലോ. അതുപോലെ ഉദ്ധരണികളാണല്ലോ. ആരുടെ? ചില സൂഫി വര്യന്മാരുടെ ഉദ്ധരണികൾ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഹദ്ദാദ് റാത്തീബിന് രേഖയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ രേഖയുണ്ടോ? ഇല്ല. ഉത്തരം ഇല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെല്ലണില്ല. അതാണ് ലളിതമായ ഉത്തരം. അപ്പം ഒരു വിഷയമുണ്ട്. ഈ ഹദ്ദാദ് റാത്തീബിനെ കുറിച്ചുള്ള അനുകൂലമായ സംസാരവും പ്രതികൂലമായ സംസാരമൊന്നും ഇത് കേരളത്തിൽ ആദ്യമായിട്ടല്ല. അത് ചൊല്ലുന്ന കാലം മുതൽക്ക് അതിനെ വിമർശിക്കുന്നവരുണ്ട്, അതിനെ അനുകൂലിക്കുന്നവരുണ്ട്. അങ്ങനെ അതിനെ അനുകൂലിച്ചിട്ടുള്ള രചിക്കപ്പെട്ട ഒരു കിതാബാണ് ഹദ്ദാദ് റാത്തീബ് പരിഭാഷയും വ്യാഖ്യാനവും ദിക്റുകളുടെ ഫായിദകൾ സഹിതം എന്ന അബ്ദുൽ സമദ് ഫൈസി എന്ന ഒരു ഉസ്താദ് എഴുതിയിട്ടുള്ള, അവരുടെ തന്നെ ഉസ്താദുമാര് പലരും റഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഈ കിതാബ് നിങ്ങൾ വായിക്കണം, ഹദ്ദാദിനെ അടുത്തറിയാൻ എന്ന് അവരുടെ തന്നെ ഉസ്താദുമാർ ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഹദ്ദാദിന്റെ ഈ വിശദീകരണവും പരിഭാഷയും. ഇത് വായിച്ചിട്ട് വേണം ഇനി നമുക്ക് ചിലത് വിലയിരുത്താൻ. ഹദ്ദാദ് റാത്തീബിന് ഞാൻ എന്താ പറഞ്ഞ പ്രസ്താവന? അതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. ഇതാണ് ഹദ്ദാദ് റാത്തീബിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ചുരുങ്ങിയ കാര്യം. ആ ചുരുക്കി പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയാൽ ആ സംസാരം ഒരു അപൂർണമായിരിക്കും. അതുകൊണ്ട് ചില വിശദീകരണങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദ്ദാദ് റാത്തീബിനെ സംബന്ധിച്ച് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഈ പണ്ഡിതന്റെ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയപ്പോൾ ഈ ഹദ്ദാദ് റാത്തീബിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ആദ്യ വാചകം എന്താണെന്ന് അറിയോ? കണ്ണിയത്ത് അബ്ദുറഹീം മുസ്ലിയാർ വാഴക്കാട്, അദ്ദേഹമാണ് ഈ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത്. അവതാരിക എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ക്രോഡീകരിക്കപ്പെട്ട ദിക്റുകളുടെ സമാഹാരത്തെയാണ് റാത്തീബ് എന്ന് പറയുന്നത്. എന്താ റാത്തീബ് എന്ന് പറഞ്ഞാൽ? ക്രോഡീകരിക്കപ്പെട്ട ദിക്റുകളുടെ സമാഹാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ദിക്റൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുള്ളതാ. ചിലർക്കൊരു പ്രചാരണം ഉണ്ട്, മുജാഹിദീങ്ങൾക്ക് ദിക്റില്ല. മുജാഹിദീങ്ങൾക്ക് ദിക്റില്ല, അവര് ദിക്ർ ചൊല്ലൂല, ചൊല്ലിക്കൂല്ല. അപ്പൊ ഇതിനെന്താ തെളിവ്? ഇതാ, നമ്മൾ ചെല്ലുന്നിടത്തൊന്നും ഒരു ചെല്ലണില്ല. അത് ശരിയാ, നിങ്ങൾ ചെല്ലുന്നിടത്ത് നമ്മൾ ചൊല്ലുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾ ചൊല്ലണുണ്ട്. നമുക്ക് നിസ്കാരത്തിന്റെ ശേഷം ദിക്റുണ്ട്, നിസ്കാരത്തിന്റെ മുമ്പ് ബാങ്ക് കൊടുത്താൽ ദിക്റുണ്ട്, മയ്യത്ത് നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ദിക്റുണ്ട്, അതുപോലെ വിവിധങ്ങളായ സന്ദർഭത്തിൽ ദിക്റുണ്ട്. അത് എപ്പോൾ നല്ലതിന്റെ മിനിമം ഉത്തരം റസൂല് പഠിപ്പിച്ചു കൊടുത്തതെന്നാ. വസ്ത്രം ധരിക്കുമ്പോഴുണ്ട്, വസ്ത്രം അഴിക്കുമ്പോഴുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ട്, വീട്ടിൽ കയറുമ്പോഴുണ്ട്, വാഹനത്തിൽ കയറുമ്പോഴുണ്ട്, യാത്ര പുറപ്പെടുമ്പോഴുണ്ട്, പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴുണ്ട്, പള്ളിയിൽ പ്രവേശിച്ചാലുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലുണ്ട്. ഇങ്ങനെയുള്ള ദിക്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെ മുജാഹിദുകൾ അവരുടെ മദ്രസകളിലും ഖുതുബകളിലും വിവിധ സന്ദർഭങ്ങളിൽ ആളുകളെ ചൊല്ലി പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് മുജാഹിദുകൾക്ക് ദിക്റില്ല എന്നത് അവാസ്തവമാണ്, അത് കളവാണ്. മുജാഹിദുകൾക്ക് ദിക്റുണ്ട്. അപ്പൊ റാത്തീബ് എന്താണ് എന്ന് അവതാരികയിൽ വന്നപ്പോ പറഞ്ഞത്, ക്രോഡീകരിക്കപ്പെട്ട ദിക്റുകളുടെ സമാഹാരത്തെയാണ് റാത്തീബ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ദിക്റുകൾ ഉണ്ടാവില്ല. നമ്മളുണ്ടാവില്ല ദിക്ർ ദുആകളുടെ കിതാബ്, ദിക്റുകൾ ഇങ്ങനെ ശേഖരിച്ചിട്ടുള്ള കിതാബ് ഉണ്ടാവില്ല. ഇതിനാണല്ലോ റാത്തീബ് എന്ന് പറയാം. ഇതിനാണ് റാത്തീബ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ നമുക്ക് തർക്കല്ലേ? ഇതിനാണ് റാത്തീബ് എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് തർക്കല്ലായിരുന്നു. പക്ഷെ ഇതിനല്ല റാത്തീബ് എന്ന് പറയല്ലേ. അത് നമുക്ക് കുറച്ചുകൊണ്ട് പറയാം. എന്നിട്ട് അദ്ദേഹം പറയാം, പരിശുദ്ധ ഖുർആനിലും നബി വചനങ്ങളിലും വാരിദായ അഥവാ വന്ന ദിക്ർ ദുആകൾ അടങ്ങിയ ഒരു ലഘു റാത്തീബാണ് ഹദ്ദാദ് റാത്തീബ്. തുടങ്ങി തന്നെ ഈ കിതാബിന്റെ ആഴ്ച വരിക. എന്താ പറഞ്ഞത്? ഖുർആനിലും നബി വചനങ്ങളിലും വന്നിട്ടുള്ള ദിക്ർ ദുആകൾ അടങ്ങിയ ഒരു ലഘു റാത്തീബാണ് ഹദ്ദാദ് റാത്തീബ്. ഹിജ്റ 1071 അക്കാലഘട്ടത്തിലെ കുതുബായിരുന്ന പ്രശസ്ത സൂഫി വര്യൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റഹിമഹുല്ല തങ്ങളാണ് ഇത് ക്രോഡീകരിച്ച് സമുദായത്തിന് സമർപ്പിച്ചത്. ഇതാണ് റാത്തീബ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിരക്കടില്ലേനു. പിന്നെ റാത്തീബ് എന്ന് പേരിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പല പേരുണ്ടല്ലോ.
പല പേരും ദിക്റിന്റെ കിതാബിൽ ഇടലുണ്ട്. അമലുൽ യൗമി വല്ലൈല, പഴയ കാലത്ത് പണ്ഡിതന്മാർ ഇട്ടിന പേര് അതാണ്, അമലുൽ യൗമി വല്ലൈല. രാവിലെയും വൈകുന്നേരം ഒക്കെ ഉള്ള പണിയും ദിക്റിന് പേരിട്ടതാണ്. ചിലര് ദുആ നാടില് പ്രാർത്ഥന നേടും. എന്താ ഉദ്ദേശം? ദിക്ർ എന്നാണ്. അത് എന്ത് പേരിട്ടാലും നമുക്ക് വിരോധമില്ലായിരുന്നു. ഇതാണ് റാത്തീബിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. പിന്നീട് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ എന്താണ് റാത്തീബ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് പിന്നെ ഒരു 10ാമത്തെ പേജില് ചെല്ലുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥകർത്താവ് അബ്ദുസ്സമദ് ഫൈസിയും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. എന്ത്? ഹദ്ദാദ് എന്ന് പറഞ്ഞാല് ഹദീസിലൊക്കെ വന്ന, ഖുറാനിലൊക്കെ വന്ന ദിക്റാണ്. അതങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ ഈ കിതാബ് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ ഇതിന്റെ 31ാമത്തെ ഭാഗത്ത് 31ാമത്തെ പേജിൽ ഇദ്ദേഹം എന്താണ് റാത്തീബ് എന്ന് ഒന്നുകൂടി പറയുന്നത്. ഹദ്ദാദ് റാത്തീബ് എന്താണ്? അവിടെയാണ് നമ്മൾ തർക്കം. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉസ്താദ്മാരോട് ചോദിച്ചാൽ മതി. എന്താണ് പറയുന്നത്? ഹദീസിൽ വാരിദായ ദിക്ർ, ദുആകൾ, ഖുർആൻ സൂക്തങ്ങൾ എന്നിവ സമാഹരിച്ചും. ഇതിൽ തർക്കമുണ്ടോ? ഇല്ല. എന്താണ്? ഹദീസിൽ വന്ന ദിക്ർ, ദുആകൾ, ഖുർആൻ സൂക്തങ്ങൾ എന്നിവ സമാഹരിച്ചും, എന്നിവ ശേഖരിക്കാം കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഇൽഹാമായോ മറ്റോ ലഭിച്ചത് സമാഹരിച്ചും ക്രോഡീകരിക്കപ്പെട്ടവയാണ് റാത്തീബ്. ഇവിടെ പോയി. എന്താണ്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്, അതാണ് ഹദീസ്. ഖുർആനിൽ വന്നത് ഇത് മാത്രം എന്നാണ് അവതാരികയിൽ വന്നത് റാത്തീബ് എന്ന് പറഞ്ഞാൽ. അതിൽക്ക് ഇപ്പൊ 3ാമതൊന്ന് ചേർന്നു. എന്താ ചേർന്നത്? ഇൽഹാമായി ലഭിക്കുന്നത്. എന്താ ഇൽഹാം പറഞ്ഞാൽ? അവനാൻ കണ്ട് തോന്നും. അപ്പൊ ആ തോന്നുന്നത് നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ മനസ്സിലാക്കണം എനിക്ക് അത് അള്ളാഹു തോന്നിപ്പിച്ചതാണ്. അപ്പൊ എന്താ എനിക്ക് തോന്നല്? എനിക്ക് പലതും തോന്നും. എനിക്കണ്ട് തോന്നുകയാണ് ഒരു 10 പേജ് ഖുർആൻ ഓതണം, ഓതിക്കോ. എനിക്കാണ് തോന്നുകയാണ് ഇന്ന് ഒരു 4 റക്അത്ത് നിസ്കരിക്കണം, നിസ്കരിച്ചോ. എനിക്കാണ് തോന്നുകയാണ് ഇന്ന് നോമ്പ് വെക്കണം, നോമ്പ് വെച്ചോ, ഒരു വിരോധമില്ല. എനിക്കാണ് തോന്നുകയാണ് ഇങ്ങനൊരു ദിക്റ്, ഈ ദിക്റ് ഏതാണ്? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, ആ ചൊല്ലിക്കോ. എനിക്ക് തോന്നുകയാണ് ഇങ്ങനൊരു ദിക്റ് ചെല്ലണം, അതേതാ ദിക്റ്? ആ ദിക്റ് എനിക്കാണ് തോന്നിയതാണ്. ആ തോന്നിയ ദിക്റിനും റാത്തീബ് എന്ന് പറയും. അതിൽപ്പെട്ടതാണ് ഹദ്ദാദ് റാത്തീബ്. അങ്ങനെ ഹദ്ദാദ് എന്ന് പേരുള്ള ഒരു പണ്ഡിതൻക്ക് തോന്നിയല്ലോ, ആ തോന്നിയത് അദ്ദേഹം ക്രോഡീകരിച്ചല്ലോ. ആ തോന്നിയിൽ 2 സൈസ് ഉണ്ട്. അദ്ദേഹത്തിന് തോന്നിയ ദിക്റുണ്ടല്ലോ, 2 സൈസ് ഉണ്ട്. ഒന്ന് ഹദീസിലൊക്കെ ഉള്ളത്, അതും ഖുർആനിലുള്ളതുകൊണ്ടല്ല, പിന്നെയോ അദ്ദേഹത്തിനായി ചൊല്ലണമെന്ന് തോന്നി. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഹദ്ദാദ് റാത്തീബ് ചെല്ലാത്തത്. എന്താ ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കി, ഹദ്ദാദ് റാത്തീബ് ഒന്ന് ഇങ്ങനെ ഓതി നോക്കി. അപ്പൊ ഓതി നോക്കിയപ്പോഴ് ഖുർആനിലുള്ളത് ഇപ്പൊ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലുണ്ട്, നമ്മളൊക്കെ ഓതലുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിൽ ഉള്ളത് നമുക്ക് ഓതലുണ്ട്. ഏതെങ്കിലും രോഗിയുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് രോഗം എന്തായാൽ നമ്മൾ കൈവച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട് സൂറത്തുൽ ഫാത്തിഹ. അതിലൊന്നും തിരക്കടില്ല. സൂറത്തുൽ ഫാത്തിഹ അത് ശിഫയാണ്, അത് സൂറത്തുൽ ശിഫയാണ്, ശമനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ ഒരു രോഗിയുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ കൈവച്ചിട്ടോ രോഗി സ്വയമോ അയാൾ സൂറത്തുൽ ഫാത്തിഹ ഓതി തടവാറുണ്ട്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഒക്കെ ഹദ്ദാദ് റാത്തീബിലുണ്ട്. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ ബസീർ എന്ന് തുടങ്ങുന്ന രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലുന്ന ദിക്ർ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് തുടങ്ങുന്ന വൈകുന്നേരത്തിൽ 3 തവണ ചൊല്ലേണ്ട ദിക്ർ. ഈ ദിക്റൊക്കെ ഹദ്ദാദ് റാത്തീബിലുണ്ട്. ഈ ദിക്റൊക്കെ ഹദ്ദാദ് റാത്തീബിലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഇതൊന്നും റസൂലുള്ളാഹി പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല, റസൂല് പറഞ്ഞത് ഹദ്ദാദ് തങ്ങൾക്ക് തോന്നി, അപ്പൊ ക്രോഡീകരിച്ചു. ആ ഹദ്ദാദ് റാത്തീബാണ് ഇന്ന് നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതാണ് റസൂൽ ഇപ്പൊ എവിടെ, ഹദ്ദാദ് തങ്ങൾ ഇവിടെ. നമ്മൾ പറയുന്നു ഈ ദിക്ർ നമ്മൾ ചെല്ലലുണ്ട്, നമ്മളെ മക്കൾ ചെല്ലലുണ്ട്, കുട്ടികളെ കൊണ്ട് ചെല്ലിപ്പിക്കലുണ്ട്, ചെല്ലാൻ നമ്മൾ ആഹ്വാനം ചെയ്യലുണ്ട്. ഇത് മുടങ്ങാതെ ചെല്ലുന്നവരുണ്ട്. എന്ത് കാരണത്താൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രാവിലെയും വൈകുന്നേരം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മുതലുള്ള ആ ദിക്ർ അങ്ങ് ചൊല്ലിയാൽ അവന് ആപത്ത് വരികയില്ല. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി എന്ന് തുടങ്ങുന്ന ദിക്ർ വൈകുന്നേരത്തിൽ 3 തവണ ചൊല്ലിയാൽ അന്ന് രാത്രി അവൻ പിശാചിന്റെയും ലോകത്തുള്ള എല്ലാ മഖ്ലൂക്കിന്റെയും ശർറിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ചൊല്ലുന്നു. എന്നാലോ ഹദ്ദാദ് റാത്തീബിൽ ഹദ്ദാദ് തങ്ങൾക്ക് തോന്നി എന്നുള്ളത് കൊണ്ട് ക്രോഡീകരിച്ച് അതിന് അദ്ദേഹം ശറഫായ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ചൊരു കാര്യം നമ്മൾ ചെയ്തു പോരുന്നു. അതിന്റെ പുറമെ വേറെന്താ പ്രശ്നം? ഹദീസിലും ഖുർആനിലും എങ്ങനെ തപ്പിയാലും കാണാത്ത കുറച്ച് ഭാഗങ്ങളും ഹദ്ദാദിലുണ്ട്. അത് അടുത്ത പ്രശ്നം.
ഹദ്ദാദിന്റെ അടുത്ത പ്രശ്നം എന്താണ്? ഇപ്പൊ ഈ കിതാബ് തന്നെ ഹദ്ദാദ് റാത്തീബിന്റെ തെളിവ് പറയുന്നതാണ് ഇദ്ദേഹം ഈ കിതാബില് സൂചിപ്പിച്ചിട്ടുള്ളത്. ഹദ്ദാദ് റാത്തീബിന്റെ തെളിവുകൾ ഞാൻ ഈ കിതാബിൽ പറയും എന്നാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓരോന്നിനും അക്ഷരം പ്രതി ഞാൻ ഇതിന് തെളിവ് പറയും, തെളിവ് സമർത്ഥിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഓരോ ദിക്റും ശരിയായ രേഖയിലൂടെ സ്ഥാപിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ വാദ. ഇതിൽ ചെല്ലണ ഓരോ ദിക്റും ശരിയായ പരമ്പരയിലൂടെ അല്ലെങ്കിൽ ശരിയായ രേഖയിലൂടെ സ്ഥാപിക്കാൻ പറ്റുന്നതാണ് ഇതിന് തെളിവ് എഴുതിയ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഞാൻ ചില ദിക്റൊക്കെ പറയും. ഇതിനൊക്കെ ഏത് ഹദീസ് നമ്മൾ തപ്പിയൊക്കെ കണ്ടില്ല, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായി. നമ്മൾ ഇതിൽ ഉള്ളതൊക്കെ ഇതിലുള്ളതുകൊണ്ടായിട്ട് ചെല്ലല്ല, റസൂൽ പറഞ്ഞതുകൊണ്ട് ഹദീസ് കണ്ടതുകൊണ്ട് ഇതിൽ തെളിവുള്ളതിനൊക്കെ അദ്ദേഹം എന്തുണ്ട്? ബുഖാരി, മുസ്ലിം, തുർമുദി ഇതൊക്കെ ഹദീസിന്റെ കിതാബുകളാ. അബൂദാവൂദ് എന്നൊക്കെ പറഞ്ഞ് ബൈഹഖി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഹദീസിലുള്ളതിനൊക്കെ ആള് ഹദീസ് കൊണ്ടിട്ടുണ്ട്. എല്ലാത്തിനൊക്കെ ഇത് മഹാന്മാര് ഷറഫാക്കിയ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോവാണ്. അതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനോട് നീതികേട് കാണിക്കുന്നത് ശരിയാണോ? അള്ളാന്റെ റസൂലാണ് ദീൻ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകാണ്ട് വേറെ ആരെങ്കിലും ദീൻ പഠിപ്പിച്ചാൽ അതും ഞാൻ എടുക്കുന്നു പറഞ്ഞാൽ അതൊരു കാപ്പട്ടിയല്ലേ? അതാ പ്രശ്നം. അത്രേ സെൽഫിയാക്കി ചോദിക്കാറുള്ളൂ. അല്ല പിന്നെ നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കൂടെ വേറെ ആൾക്കാരും പറയണം. ഇൽഹാം കിട്ടുന്നവർക്കും നമ്മൾ പ്രമാണത്തിന് പെർമിഷൻ കൊടുക്കണം. അങ്ങനെ തോന്നുന്നവർക്ക് പറയാനും ദീൻ അവസരം ഉണ്ട് എന്ന് നമ്മൾ ഷഹാദത്തൊക്കെ മാറ്റി ചൊല്ലണം. അല്ല മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിന് നിൽക്കും വേണം. റസൂലുള്ളാഹി പറഞ്ഞാൽ നമ്മൾ നിൽക്കണം. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിൽ കുറച്ച് ദിക്റൊക്കെ ഉണ്ട്. അതിൽ പെട്ടതാണ് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹിൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാഹ്. അർത്ഥത്തിനൊന്നും തർക്കടില്ലേ, പക്ഷെ ഇങ്ങനെ ഒരു ദിക്ർ ഖുർആനിലും ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല, തപ്പിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെയോ ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി തുബ്നാ ഇലല്ലാഹി ബാത്തിനൻ വളാഹിറ يا ربنا واعف عنا وامه الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم أستغفر الله رب البرايا ونستغفر الله من الخطايا فاعلم أنه لا إله إلا الله لا إله إلا الله. പിന്നെ 25 വട്ടം. ഇതിനൊക്കെ ഏതാ ഹദീസ് നമുക്ക് അറിയേണ്ടത്? 25 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ഒരു ദിക്ർ ഉണ്ട് എപ്പോഴും നിസ്കാരത്തിന്റെ ശേഷം. അത് നിസ്കാരത്തിന്റെ ശേഷം ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് ഇശാന്റെ ശേഷം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനൊരു സമയവും രൂപമൊക്കെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് ചെല്ലേണ്ടത്? അത് അങ്ങനെ ഇങ്ങനെയൊന്നും ചെല്ലാൻ പാടില്ല. അത് ചൊല്ലുന്നതിനൊരു വൃത്തിയൊക്കെ ഉണ്ട്. എന്താണ് ആ വൃത്തി? പിന്നെ ഏറെ ബറക്കത്തുള്ളതും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷയും നൽകുന്ന ഒരു ദിക്ർ സമാഹാരമാണല്ലോ ഹദ്ദാദ് റാത്തീബ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ഇശാ നിസ്കാരം നിർവഹിച്ച ശേഷവും റമദാൻ മാസത്തിൽ ഇശാ നിസ്കാരത്തിന് മുമ്പുമാണ് ഹദ്ദാദ് റാത്തീബ് ചെല്ലേണ്ടത്. ഇതിപ്പോ ഏതാണ് സംഭവം? റമദാൻ അല്ലാത്തപ്പം ഇശാന് ശേഷം, റമദാനിൽ ഇശാന് ശേഷം തറാവി ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ മുമ്പും ഈ സമയം നിശ്ചയിച്ചത് നമ്മളൊക്കെ ഇപ്പൊ പറയും. പിന്നെ ഔദു ബികലിമാത്തില്ലാതെ ദിക്ർ തന്നെ വൈകുന്നേരം 3 വട്ടം എന്നറിയും. അപ്പൊ ഇവിടുന്ന് വൈകുന്നേരം 3 വട്ടം നമ്മൾ പറയാം ഹദീസിലുണ്ട്. ബിസ്മില്ലാഹില്ലദീലായദുറു രാവിലെ ഒരു 3ഉം വൈകുന്നേരം ഒരു 3ഉം. അപ്പൊ എന്താ അങ്ങനെ നമ്മൾ പറയാം ഹദീസിലുണ്ട്. വേദന വന്ന എന്താ എല്ലേണ്ടത്? കൈ ഇങ്ങനെ വെച്ചിട്ട് ബിസ്മില്ലാ 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 3 വട്ടം ചൊല്ലണം. അതൊരു 3ന്റെ കണക്ക് നമ്മൾ പറയാം ഹദീസിലുണ്ട്. പിന്നെ ഔദു ബില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ ജിദു വഹാദി ഒരു 7 വട്ടം ചൊല്ലണം. അതൊരു 7ന്റെ കണക്ക്, അതും ഹദീസിലുണ്ട്. എന്ന പോലെ ഇത് പിന്നെ റമദാൻ അല്ലാത്ത ഇശാന് ശേഷം, റമദാനാണെങ്കിൽ മഗ്‌രിബിന് ഇശാന്റെ മുമ്പ് എന്ന സമയം അത് ആര് പറഞ്ഞതാണ്? അതുപോലെ പിന്നെ ഇതിലിങ്ങനെ അദ്ദേഹം പറയാണ്, എല്ലാവരും കൂട്ടമായി ഇരുന്ന് അല്പം ഉച്ചത്തിൽ തന്നെയാണ് ഇത് ഉരുവിടേണ്ടത്. ശബ്ദത്തിൽ ഉരുവിടണം. ഇശാ നിസ്കാരം ഉറക്കൻ ഓതണം, മഗ്‌രിബ് ഉറക്കൻ ഓതണം, ളുഹർ പതുക്കെ ഓതണം, അസ്റിന് പതുക്കെ ഓതണം, ഇശാ പിന്നെ സുബഹിക്ക് ഉറക്കൻ ഓതണം. എന്താ രേഖ? ഹദീസിലുണ്ട്. ഹദ്ദാദ് ഉറക്കൻ ഓതണം. എന്താ രേഖ? ഇൽഹാമ്. വ്യത്യാസം. ഇതാണ് വ്യത്യാസം. അത് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതിന് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇതിൽ വലിയൊരു മസ്അല ഉണ്ട്. എന്താണെന്നറിയോ? ഹദ്ദാദ് മജ്ലിസിൽ വെച്ച് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ അവറുകൾ അനുവദിക്കാറില്ല. ഹദ്ദാദ് പള്ളിയിൽ അടുത്തുള്ള ഒരാൾക്ക് സുന്നത്ത് സ്കെച്ച് ഹദ്ദാദ് എടുത്തണോ നിസ്കരിച്ചണോ? ഹദ്ദാദ് നടത്തണം. ഹദ്ദാദ് നടത്തണോ നിസ്കരിക്കണോ? പെരുന്നാളിൽ അന്ന് നോമ്പ് വലിക്കണോ ഭക്ഷണം കഴിക്കണോ? നോമ്പ് വലിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കണം. എന്താണ്? ഹദീസിലുണ്ട്. റമദാൻക്ക് ഭക്ഷണം കഴിക്കണോ നോമ്പ് വലിക്കണോ? നോമ്പേ നിൽക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ രേഖ? ഹദീസിലുണ്ട്. ഞാന് പിന്നെ ളുഹർ സമയത്ത് ഇഖാമത്താണ്ട് കൊടുത്തു. ളുഹർ നിസ്കരിക്കണോ തഹിയ്യത്ത് നിസ്കരിക്കണോ? ളുഹറേ വെച്ചോളൂ, തഹിയ്യത്ത് പാടില്ല. എന്താണ്? ഹദീസിൽ രേഖ ഉണ്ട്.
ഞാൻ പള്ളിയിൽ കയറിയപ്പോ ഇക്കാമത്ത് എടുത്തിന്, പള്ളിയിൽ കയറിയ 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് സ്കരിക്കണോ അതല്ലെങ്കിൽ ളുഹർ സ്കരിക്കണോ? ളുഹറേ സ്കരിക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ ഒരു തഹിയ്യത്തിൽ എന്താ രേഖ? ഹദീസിലുണ്ട്. പള്ളിക്കൽ റാത്തീബ് ഹദ്ദാദ് നടക്കുകയാണ്, സുന്നത്ത് സ്കരിക്കാനുണ്ട്. ഏതാ മുന്തിക്കണ്ടി? ഹദ്ദാദ് റാത്തീബിനെ മുന്തിക്കണം. എവിടെ രേഖ? ഇൽഹാമ്, തോന്നിയത്. അങ്ങനെ തോന്നിയത് ചെയ്യാനുള്ളതല്ല ദീനുൽ ഇസ്ലാം. അങ്ങനെ തോന്നിയത് ചെയ്യാനുള്ളതല്ല ദീനുൽ ഇസ്ലാം. ഇസ്ലാമിൽ എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഞാൻ ഈ ഹദ്ദാദ് റാത്തീബ് സെലക്ട് ചെയ്തതിന് വേറൊരു കാരണം കൂടി. താരതമ്യേന എല്ലാ നിലക്കും നോക്കിയാൽ താരതമ്യേന ശിർക്കില്ലാത്ത, വലിയ ഖുറാഫാത്ത് ഇല്ലാത്ത, വളരെ സിമ്പിൾ ദിക്ർ, കുറേയൊക്കെ ഹദീസിലും ഖുറാനിലൊക്കെ വന്ന ദിക്റാണ് ഹദ്ദാദ് റാത്തീബ്. അതിന്റെ അവസ്ഥ തന്നെ ഇതാണെങ്കിൽ ഹാ ഹൂ ഹി അല്ലാഹ് എന്ന് പറയുന്ന അർത്ഥം പോലും തിരിയാത്ത റിഫായി റാത്തീബിന്റെ അവസ്ഥ എന്താവും? അർത്ഥമൊക്കെ തിരിണ കുറെയൊക്കെ ഖുറാനിലും ഹദീസിലൊക്കെ ഉള്ള ഈ ഹദ്ദാദ് റാത്തീബ് പോലും നമുക്ക് ചെല്ലാൻ പറ്റൂല എന്ന് വെച്ചാൽ, അർത്ഥം തിരിയാത്ത, പോക്കിരിത്തരം കാട്ടി പള്ളക്ക് കത്തി കുത്തുന്ന കുത്തുറാത്തീബും ആ രൂപത്തിലുള്ള വിവിധ റാത്തീബുകളും പിന്നെ എങ്ങനെ നമ്മൾ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ പറ്റും? നമ്മൾ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാന്റെ റസൂലാണ് എനിക്ക് റസൂല് എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ചതേ ഞാൻ ദീനായി കൊണ്ടടക്കുള്ളൂ എന്നതിന്റെ പൊരുള്. അതന്നെയാണോ അതിന്റെ പൊരുള്? നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കി. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ ഹദ്ദാദ് റാത്തീബ് ഉണ്ടോ എന്ന ചോദ്യം ഇല്ലാന്നാ. ഇനിയും ഇതിനെ സംബന്ധിച്ച് ഓരോ മഹത്വങ്ങൾ പറയാണ്. ഹദ്ദാദ് റാത്തീബ് കൂട്ടമായിരുന്നു ചൊല്ലുകയാണെങ്കിൽ എല്ലാവരും കിബിലക്ക് മുന്നിട്ടിരിക്കണം. ബാങ്ക് കൊടുക്കുമ്പോ അങ്ങട്ടാ തിരിയല് സുന്നത്ത്? കിബിലക്ക്. എന്താ രേഖ? ഹദീസുണ്ട്. നമ്മൾ നിസ്കരിക്കും വേണ്ട തിരിയേണ്ടത് കിബിലക്ക്. എന്താ രേഖ? ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്. എങ്കിൽ റാത്തീബ് അടുത്തുമ്പോ അങ്ങട്ടാ തിരിയേണ്ടത്? കിബിലക്ക് തിരിയണം. പോരാ. എന്നാൽ ഹദ്ദാദ് ചൊല്ലിക്കൊടുക്കുന്നവൻ കിബിലക്ക് പിന്നിട്ടാണ് ഇരിക്കേണ്ടത്. ഷർത്തും ഫർദും സുന്നത്തൊക്കെയാണ്. ഇതൊക്കെ പറയുമ്പോ ഈ സുന്നത്തിന് രേഖ വേണ്ടേ? ഈ ഷർത്തിന് രേഖ വേണ്ടേ? അതാ വിഷയം. അതില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത് ചെല്ലാത്തത്. ഇതിലുള്ള ദിക്റൊക്കെ നമ്മൾ ചൊല്ലും, ഉള്ളതൊക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ച് വായിച്ചല്ലോ, അതൊന്നും ഇല്ലാത്തതാ. അത് നമ്മൾ ചൊല്ലും. ഞാൻ ആ വായിച്ച മുതൽക്ക് ചൊല്ലണവർക്ക് മനസ്സിലായിണ്ടോ? അതിന്റെ ശേഷം അങ്ങോട്ടാണ് പോയാൽ ഇല്ലാത്തതേ ഉള്ളൂ. അതുവരെ ഹദീസിലും ഖുറാനിലൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതാ. ഞാൻ വായിച്ചു തുടങ്ങി അത് മുതൽ പിന്നെ അതാത് കയ്യോളം ഇല്ലാത്തതാണ്. ഖുറാനിലും ഹദീസിലും തപ്പിയാൽ കാണാത്തതാണ്. അവിടെ ഞാൻ മുഴുവൻ വായിക്കാഞ്ഞത്. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മര്യാദകൾ പറയാം. എന്നിട്ട് പറയാം മേൽ പറഞ്ഞ ഖുർആൻ സൂക്തങ്ങൾ, അതായത് സൂറത്തുൽ ബഖറന്റെ തുടക്കത്തുനിന്നും ആയത്തുൽ കുർസിയും ആമന റസൂലിന്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ ഓതാനാണ് തുടക്കത്തിൽ പറയുന്നത്. അതൊക്കെ പണ്ട് പറയാം. മേൽ പറഞ്ഞ ഖുർആൻ സൂക്തങ്ങൾ ഓരോ പ്രാവശ്യവും 15ാമത്തെ ദിക്ർ 7 പ്രാവശ്യവും 20ാം ദിക്ർ 4 തവണയും 21ാമത്തെ തഹ്ലീൽ ഒഴിച്ച് ബാക്കിയുള്ളവ 3 തവണയും എന്നിങ്ങനെയാണ് ഹദ്ദാദിന്റെ നിശ്ചിത കണക്ക്. നിസ്കാരത്തിന്റെ സുബ്ഹാനല്ലാഹ് 33 കണക്കാ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. 100 തേക്കാൻ ഞാൻ അല്ലാഹു അക്ബർ അല്ല, പിന്നെ 100 തേക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ വെച്ച് 100 തേക്കണം. അത് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇതൊക്കെ എവിടുന്നാ ഈ കണക്ക്? അപ്പൊ നമ്മൾ ഉത്തരം പറയും ഹദീസിലുണ്ട് എന്ന് പറയും. അതാതിന് ഇത് 15 വട്ടം, അത് 3 വട്ടം, ഇത് 21 വട്ടം. എവിടുന്നാ ഈ കണക്ക്? ഇൽഹാമ്. വ്യത്യാസം. ഇതിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ കൊണ്ടാവൂല. അതുകൊണ്ട് ശരിക്കും മനസ്സിലായിക്കോളിൻ, ഇത് ഹദ്ദാദിൽ നിന്ന് മാത്രം. ഏത് വിഷയത്തിലും സലഫികളും സൂഫിയാളും എവിടെ തർക്കണ്ടോ പോയിന്റ് ഇവിടെ കിടക്കും. മുഹമ്മദ് റസൂലുള്ളയിൽ ഇതിന് രേഖയില്ല. മുഹമ്മദ് റസൂലുള്ളയിൽ രേഖയുണ്ടോ? അതിൽ നിങ്ങൾ നമ്മളൊക്കെ കണക്കാ. നിങ്ങൾക്കും ളുഹർ 4 നമുക്കും ളുഹർ 4. നിങ്ങൾക്കും അസ്ർ 4 നമുക്കും അസ്ർ 4. നിങ്ങൾക്കും ജുമാ എടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്, നമുക്കും ജുമാ എടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ പെരുന്നാൾ നടത്തുന്ന ശവ്വാൽ 1 ദുൽഹിജ്ജ 10 അത് എല്ലാവർക്കും അതാണ്. എന്തുകൊണ്ട്? ഇതിനൊക്കെ ഹദീസ് ഉണ്ട്, ഇതിനൊക്കെ രേഖയുണ്ട്. എന്നാൽ നിങ്ങൾ ഹദ്ദാദ് നടത്തുന്നു, നമ്മൾ ഹദ്ദാദ് നടത്തുന്നില്ല. നിങ്ങൾ റാത്തീബുകൾ പലതും നടത്തുന്നു, നമ്മളൊന്നും നടത്തുന്നില്ല. നിങ്ങൾ റബീഉൽ അവ്വലിന് നബിദിനാഘോഷം നടത്തുന്നു, നമ്മളെ ചെയ്യണില്ല. നിങ്ങൾ റബീഉൽ ആഖിറിന് ജീലാനി ഫെസ്റ്റ് നടത്തുന്നു, നമ്മളെ ചെയ്യണില്ല. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹിൽ അതിന് രേഖയില്ല. ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ അന്ന് ചെയ്യും. ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ അന്ന് മുതൽ ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കാം, ഹദ്ദാദ് റാത്തീബ് അതിലുള്ള ദിക്റിന്റെ നിയ്യത്ത് കാരണം, നിയ്യത്തിന്റെ ഫസാദ് കാരണം നിങ്ങൾക്ക് അത് ആഖിറത്തിൽ മീസാനിന്റെ ഹസനാത്തിന്റെ മീസാനിൽ കാണാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ചെയ്യണ നിയ്യത്ത് ഉള്ള ദിക്റിനെ പോലും ഹദ്ദാദ് ശൈഖ് തങ്ങൾക്ക് ഇൽഹാമ് കിട്ടിയതോടെ ചെല്ലുന്നു ആക്കിയതോടെ നിയ്യത്തിന്റെ ഫസാദ് കൊണ്ട് അത് അമലിന്റെ പട്ടികയിൽ കാണൂല. എന്നാൽ സലഫിയാർ ഇത് ചെയ്താൽ കാണും. നിയ്യത്ത് ശരിയാണെങ്കിൽ അല്ലാഹ് സ്വീകരിച്ചാൽ. കാരണം അടിസ്ഥാനം ശരിയായിട്ടുണ്ട്. എന്താ? റസൂലിനെ പഠിപ്പിച്ചോട് ചെല്ലുന്നു. എപ്പോഴാണ്? അസ്റിന് ശേഷം
അതുപോലെ സുബഹിക്ക് ശേഷം അത് ചെല്ലാൻ പഠിപ്പിച്ച സമയം എപ്പോഴാണോ അപ്പോ അമല റസൂൽ രാത്രി ചൊല്ലും. ആയത്തിനെ കുറിച്ച് എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലും. എല്ലാത്തിനും നമ്മളെ നിയ്യത്ത് എന്താ? റസൂലിനെ പഠിപ്പിച്ചു ആണ് ഞങ്ങൾ ചെല്ലുന്നു. നിങ്ങളെ നിയ്യത്ത് എന്താ? അതാത് തങ്ങൾ പരിചയപ്പെടുത്തി ലോകമൊട്ടാകും അത് പ്രസിദ്ധമായി സൂഫിയാൾ കൊണ്ടുനടന്നു, ഇൽഹാമാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. നിയ്യത്തിന്റെ ഫസാദായി. അതുകൊണ്ട് ഉസ്താദ്മാരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സാധുക്കളുടെ അമലുകൾ, അവരുടെ നിയ്യത്ത് ഫസാദാക്കിയിട്ട് നിങ്ങൾ അവരുടെ അമലുകളെ ഫസാദാക്കരുത്. അവർക്ക് ഉള്ളത് പഠിപ്പിക്കുകയും ഉള്ള കാര്യങ്ങൾ തന്നെ പഠിപ്പിക്കാൻ മാത്രം ധാരാളക്കണക്കിന് മസ്അലകൾ, ധാരാളക്കണക്കിന് ദിക്റുകൾ എത്രയോ ഉണ്ട്. ആ ദിക്റുകൾ നിങ്ങൾ അവരെ പഠിപ്പിച്ച് അതൊക്കെ പതിവാക്കിയാൽ തന്നെ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. അതിന് നമ്മൾ ശ്രദ്ധിക്കുക. ആ രൂപത്തിൽ നമ്മൾ ഹദ്ദാദ് റാത്തീബുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഹദ്ദാദ് റാത്തീബിലേക്ക് ചേർത്തുകൊണ്ട് ഖുതുബിയ്യത്തുണ്ട്, ഹദ്ദാദ് റാത്തീബിലേക്ക് ചേർത്തുകൊണ്ട് വേറെ അനേകം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇതൊന്ന് വിലയിരുത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മള് മുമ്പ് താഴ്ത്തി വെച്ചിട്ട് നമ്മളൊരു ചോദ്യോത്തര പരിപാടി നടത്തിയിരുന്നു. അന്ന് ആൾ ചോദിക്കാൻ വന്നില്ലെങ്കിലും അൽഹംദുലില്ലാഹ് സംസാരങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ നടത്തിയത് ഖുത്ബയെ കുറിച്ചും അതുപോലെ ഗൈബിനെ കുറിച്ചുമാണ്. ഇനിയും സമാനമായ സംസാരങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നാടുകളിൽ നമ്മൾ സംഘടിപ്പിക്കും. ആ സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ആ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിങ്ങൾക്ക് വരാം, ചോദിക്കാം. ഞാൻ അപ്പം വരാൻ പറ്റില്ല, നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം. നമ്മൾ ഈ പരിപാടി നടത്തുന്ന സംഘാടകരെ ഈ നാട്ടിലേക്ക് പരിചയമില്ലാത്തതൊന്നുമല്ലല്ലോ. ഈ നാട്ടിലെ എല്ലാവർക്കും ആണ്ടുകൊണ്ടും പരിചയമുള്ള നാട്ടുകാർ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊരു പ്രശ്നത്തിന് വേണ്ടിയോ ഇതൊരു തമ്മിലടിക്ക് വേണ്ടി ഒന്നും നമ്മൾ നടത്തണില്ല. അങ്ങനെയാണെങ്കിൽ ഇതല്ലല്ലോ നമ്മളെ ശൈലി. ഒരു പ്രശ്നം ഉണ്ടാക്കലാണെങ്കിൽ ഇതല്ലല്ലോ ശൈലി. വേറെ എന്താ നമ്മളെ ശൈലി പറഞ്ഞാൽ ആഖിറത്ത് നമുക്ക് മരിച്ചു പോകണം. എത്രയോ സാധുക്കളെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് ഇബാദത്തിന് വേണ്ടി മുന്നോട്ട് പോയി ആ ഇബാദത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഒരുപാടുണ്ട്. അതിലുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് നമ്മളെ സങ്കടം. അതിലുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് എന്നാണ് നമ്മുടെ സങ്കടം. ആ സങ്കടം അവിടെ അതൊരു സങ്കടമായി നിൽക്കുമ്പോൾ ഇങ്ങനെ വെറുതെ സങ്കടമായി ചെന്നിട്ട് കാര്യമില്ല. അത് നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്തരത്തിലൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നിങ്ങളെ വീടുകളിലൊക്കെ സന്ദർശിച്ച് നിങ്ങളൊന്ന് വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഒന്ന് ക്ഷണിച്ച് ആ രൂപത്തിലൊക്കെ നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിലപ്പുറം ഇതിലൊന്നുമില്ല. ഇതൊക്കെ ചർച്ച നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇതൊക്കെ ചർച്ച നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം. ചിലർക്ക് എന്താ വെച്ചാൽ മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ മെയിൻറ്റെന്നെ ചെയ്യണ്ട എന്നൊരു ധിക്കാരം. അത് പറയുന്ന നേതാക്കന്മാർക്കും അത് അപകടമാണ്, അത് കേൾക്കുന്ന അനുയായികൾക്കും അത് അപകടമാണ്. നിങ്ങൾ മനസ്സിലായിക്കോളി. അത് പറയുന്ന നേതാക്കന്മാർക്കും അത് ആഖിറത്തുക്ക് അപകടമായിരിക്കും, അത് കേട്ടനുസരിക്കുന്ന അനുയായികൾക്കും അത് ആഖിറത്തിൽ അപകടമായിരിക്കും. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് തിരിയും.